ഹലോ, വെൽക്കം ബാക്ക്. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ചലഞ്ചിൻ്റെ ഡേ 12 വെൽക്കം എവറി വൺ. ഫസ്റ്റ് ഓഫ് ഓൾ ഡേ 10ഉം ഡേ 11ഉം ഞാൻ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് വൺ തിങ് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല കേട്ടോ, ഹെൽത്തി ഈറ്റിംഗ്. സംടൈംസ് ലൈഫ് ഗെറ്റ്സ് ബിസി ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ യുവർ ജേർണി ഹാസ് ടു എൻഡ്. ഇൻ ദ മോർണിംഗ് ആസ് യൂഷ്വൽ ഫസ്റ്റ് തിങ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. സ്മോൾ ഹാബിറ്റാണ്, ബട്ട് നമ്മൾ ഡെയിലി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ സ്ട്രോങ് ഫൗണ്ടേഷൻ തന്നെ ആകും. യെസ്റ്റർഡേ കഴുകി കഴിഞ്ഞ പ്ലേറ്റ്സൊക്കെ എല്ലാം വാഷ് ചെയ്തിരുന്നു. നൈറ്റ് അതൊക്കെ ഞാൻ പ്രോപ്പർ പ്ലേസിൽ വെക്കണമായിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോൾ ഫസ്റ്റ് ചെയ്തത് അതാ. ചില സമയം നമ്മൾ ഈ ചെറുതായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പോലും നമ്മളെ ഡിസിപ്ലിൻഡ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഈ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ചലഞ്ച് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇതിലോട്ട് തുടങ്ങിയപ്പോൾ പല കാര്യങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ പയ്യെ പറയാം കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് റെഡിയാക്കി. എനിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, സാക്കിനും പിന്നെ എൻ്റെ ഹസ്ബൻഡിനും വേണ്ടി ഞാൻ ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം കേട്ടോ മോർണിംഗ്. പിന്നെ അതേ പ്ലേറ്റൊക്കെ ഇവിടെ കറക്റ്റായിട്ട് എടുത്ത് വെച്ചു ഹസ്ബൻഡ് എഴുന്നേൽക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടി. പിന്നെ ഇന്ന് വർക്കിന് പോകണം ബാലുവിന്. ഹസ്ബൻഡ് എന്ന് പറഞ്ഞത് ഇത് ന്യൂ വ്യൂവേഴ്സും കൂടി കാണുന്നുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയാട്ടോ ഞാൻ പറയണത്. ഹെൽത്തി ഫുഡ് ഫാമിലിയോടും ഷെയർ ചെയ്യുമ്പോൾ അതിന് വേറെ ഒരു ഹാപ്പിനെസ്സൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ തുടങ്ങിയിട്ടില്ല. എൻ്റെ സണ്ണിന് ഇങ്ങനെ കൊടുത്ത് തുടങ്ങണം. മോൻ്റെ പേര് സാക്ക് എന്നാണ്, അറിയാത്തവർക്ക് വേണ്ടിയാട്ടോ ഞാൻ പറയണത്. ഹസ്ബൻഡ് ഓൾറെഡി ഹെൽത്തി ഫുഡൊക്കെയാണ്. ഇടയ്ക്ക് മിസ്സാവും. ഇപ്പം ഞാനാണെങ്കിലും ഇടയ്ക്കിപ്പം വല്ല കാലത്തൊക്കെ മിസ്സാവുന്നുണ്ട്. എന്നാലും ഞാൻ പെർഫെക്റ്റായിട്ടാണ് നോക്കുന്നത്. ഇന്ന് ഞാൻ ഹാഫ് ഡേ വർക്ക് മാത്രമാണ്. എന്തെന്നാൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എൻ്റെ മോൻ്റെ സാക്കിൻ്റെ ഇയർ ആർ കംപ്ലീറ്റ് ചെയ്തു. ഇന്നൊരു ഗ്രാജുവേഷൻ ഡേ ആയിരുന്നു കേട്ടോ. അവൻ്റെ സ്റ്റേജിൽ കണ്ടപ്പോഴും ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് വളരെ ഹാപ്പി ആയിട്ടോ. എന്ത് പെട്ടെന്നല്ലേ, എന്ത് ടൈമൊക്കെ ഇത്ര ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് മനസ്സിലാവും, അവിടെ ഇരുന്ന് നമ്മൾ ചിന്തിക്കും പഴയ കാര്യങ്ങളൊക്കെ. പിന്നെ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ വീടൊക്കെ അങ്ങോട്ട് ക്ലീൻ ചെയ്ത്. ആദ്യം ഞാൻ വിചാരിച്ചു ഇന്ന് റൂം ബൈ റൂം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ പയ്യെ ഇതൊക്കെ നമുക്ക് വൃത്തിയാണെങ്കിലും ഒന്ന് പെർഫെക്റ്റ് ആക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ പയ്യെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ചെയ്യാനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ ഡെയിലി ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹെൽപ്പിനായിട്ട് ഹസ്ബൻഡ് വർക്ക് കഴിഞ്ഞു വന്നപ്പോൾ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ ഓൾഡ് ഐറ്റംസ് എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തു, കളഞ്ഞു. മിക്കപ്പോഴും കളയാറുണ്ട് കേട്ടോ. കുറേ ഐറ്റംസ് ഞങ്ങളിങ്ങനെ വാങ്ങിക്കണമുണ്ട്. പക്ഷേ ഓൾഡ് ഐറ്റംസ് അങ്ങനെ വെക്കാറില്ല. എന്നാലും പിന്നെയും ഓൾഡ് ആകുമ്പോൾ അങ്ങോട്ട് കളയാം. അപ്പം അതാണ് ഇന്ന് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. അപ്പം നമ്മുടെ മനസ്സൊന്ന് ഫ്രഷ് ആവും അല്ല. ഇവിടെയൊക്കെ കുറച്ച് ലൈറ്റ് വന്ന പോലെ കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഇങ്ങനെ ചെയ്യുമ്പം. സംടൈംസ് നമ്മുടെ സറൗണ്ടിങ്സ് ക്ലീൻ ആകുമ്പോൾ നമ്മളുടെ മൈൻഡും ലൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. വർക്കൗട്ട് എന്ന് ചെയ്യാൻ പറ്റിയില്ല. ഏർലിയർ ഇതൊക്കെയാണെങ്കിൽ ഞാൻ ഫീൽ ഗിൽറ്റി ആവും. പക്ഷേ ഇന്ന് എനിക്ക് കുഴപ്പമില്ല. എനിക്ക് വീക്ക്ലി 3 ഡേയ്സുകൾ സോ ഇറ്റ്സ് ഓക്കെ. ബട്ട് ഇപ്പോൾ ഞാനൊരു കാര്യം പഠിച്ചു. വൺ മെസ്റ്റ് വർക്കൗട്ട് ഡസൻ ക്യാൻസൽ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഞാൻ ഹെൽത്തി ഫുഡ് കഴിച്ചു, വെള്ളം കുടിച്ചു, ആക്റ്റീവായിരുന്നു, ഫാമിലിയോട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അതും പ്രോഗ്രസ് തന്നെയാണ്. കൺസിസ്റ്റൻസി ഡസൻ മീൻ ബീങ് പെർഫെക്റ്റ് എവറി സിംഗിൾ ഡേ. ഇറ്റ് മീൻസ് ചൂസിങ് ഹെൽത്തി ഹാബിറ്റ്സ് അഗെയിൻ ആൻഡ് അഗെയിൻ ഈവൻ വെൻ ലൈഫ് ഗെറ്റ്സ് ബിസി. അതുകൊണ്ട് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഡോണ്ട് ക്വിറ്റ് because you have missed a workout. Don't quit because you have missed a day. Don't quit because life happens. Start again, even if it's with one glass of water, one healthy meal, or just cleaning one small corner of your room. Small habits repeated every day create a big change. സത്യമായിട്ട് പറയാനോട്ടോ, എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയണേന്. See you in day 13. Bye.